കോൺഗ്രസ് മന്ത്രിമാരെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തുമ്പോൾ പേരുകൾ മാറിമറിയുന്നു. ആദ്യഘട്ടത്തിൽ പരിഗണിക്കാതിരുന്ന ടി സിദ്ദിഖ് മന്ത്രിയായേക്കും. ഇതോടെ അൻവർ സാദത്തിന്റെ സാധ്യത മങ്ങി. ചാണ്ടി ഉമ്മൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരുടെ സ്ഥാനങ്ങളിൽ പുനരാലോചനയുണ്ട്. മന്ത്രിയാക്കണമെന്ന ആവശ്യം IC ബാലകൃഷ്ണൻ ആവർത്തിക്കുകയാണ്. സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പും, കെ മുരളീധരൻ ആരോഗ്യവും, M ലിജുവിന് എക്സൈസും, PC വിഷ്ണുനാഥിന് വൈദ്യുതി വകുപ്പും ലഭിക്കും. കണ്ണൂൺമെന്റ് ഹൌസിൽ നിന്നും R ശ്രീജിത്ത്, KPCC ആസ്ഥാനത്ത് നിന്നും B ദിലീപ് കുമാർ എന്നിവർ ചേരുകയാണ്. ആദ്യം R ശ്രീജിത്തിലേക്ക് പോകാം. ശ്രീജിത്ത്, ചില മാറ്റങ്ങൾ അവസാന മിനിറ്റുകളിൽ കേൾക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചും ചാണ്ടി ഉമ്മന്റെ കാര്യവുമൊക്കെ ബന്ധപ്പെട്ട് ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ച വ്യക്തിയായിരുന്നു ചാണ്ടി ഉമ്മൻ. ഇപ്പോൾ അങ്ങനെ ഒരു മാറ്റത്തെക്കുറിച്ചുള്ള ആലോചന എന്താണ്? അതോടൊപ്പം തന്നെ ടി സിദ്ദീഖ് ആദ്യഘട്ടത്തിൽ പരിഗണനയിൽ ഇല്ലാതൊരു പേര് ഇപ്പോൾ അവസാന ദിവസം മന്ത്രിസഭയിലേക്ക് വരുന്നു എന്നുള്ള വിവരങ്ങൾ കേൾക്കുന്നു. എന്തായാലും ഇന്നത്തോടുകൂടി അന്തിമ തീരുമാനമെടുക്കേണ്ട സാഹചര്യമാണല്ലോ. അസിത, മന്ത്രിസഭയിലെ കോൺഗ്രസ് മന്ത്രിമാരിൽ 8 പേരുടെ കാര്യത്തിൽ അന്തിമ ധാരണയായിട്ടുണ്ട്. ബാക്കിയുള്ള 3 പേരുടെ കാര്യത്തിലാണ് അവസാനവട്ട ചർച്ചകൾ നടക്കുന്നത്. അതിൽ സജീവമായി പരിഗണിക്കുന്ന പേരുകളാണ് ടി സിദ്ദിഖ്, അൻവർ സാദത്ത്, ഒപ്പം തന്നെ VT ബൽറാം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയ പേരുകൾ. ഒപ്പം തന്നെ IC ബാലകൃഷ്ണന്റെ പേരും സജീവമായി പരിഗണനയിലുണ്ട്. ചാണ്ടി ഉമ്മൻ്റെ പേര് നേരത്തെ മന്ത്രിസ്ഥാനത്തേക്ക് ഉറപ്പിച്ച് പറഞ്ഞിരുന്നതാണെങ്കിലും ഇപ്പോൾ മറ്റ് ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ്റെ കാര്യത്തിൽ ചില പുനരാലോചനകൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കോൺഗ്രസ് വൃത്തങ്ങളിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും അതിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായ ഒരു തീരുമാനം ഇനി 12 മണിയോടുകൂടി മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടി സിദ്ദിഖ് ആദ്യം മുതൽ തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ച ആളാണ്. ലീഗിന് 5 മന്ത്രിമാരുണ്ടെങ്കിലും കോൺഗ്രസും എല്ലാ കാലത്തും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രിയെ ഉൾപ്പെടുത്തുക പതിവാണ്. അതനുസരിച്ചുള്ള തീരുമാനം പരിഗണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ടി സിദ്ദിഖ്. മലബാറിൽ നിന്നുള്ള ഒരാളെ പരിഗണിക്കണമെന്ന അർത്ഥത്തിലാണ് ടി സിദ്ദിഖിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ടി സിദ്ദിഖിനൊപ്പം പരിഗണിച്ചിരുന്ന അൻവർ സാദത്ത് എറണാകുളം ജില്ലയിൽ നിന്നുള്ള നേതാവാണ്. അവിടെ നിന്ന് തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ നിന്നെല്ലാം മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അൻവർ സാദത്തിൻ്റെ സാധ്യത മങ്ങുകയായിരുന്നു. ഷാനിമോൾ ഉസ്മാനെയും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ശക്തമായ ആവശ്യമുണ്ട്. VT ബൽറാമിന് വേണ്ടിയും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ശക്തമായി വാദിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ആണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ പദവിയിലേക്ക് പോകേണ്ടി വരുന്നത്. എന്നാൽ സ്പീക്കർ പദവി ഏറ്റെടുക്കുന്നതിനോട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വൈമുഖ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇപ്പോൾ പുനരാലോചനയ്ക്കും മറ്റും നടക്കുന്നത്. എന്തായാലും കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കിയിട്ട് വേണം വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകളിലേക്ക് കടക്കാൻ. മുഖ്യമന്ത്രി ആകുന്ന VD സതീശൻ ധനവകുപ്പ്, തുറമുഖ വകുപ്പിന് പുറമെ PRD, പൊതുഭരണ വകുപ്പ് തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ആഭ്യന്തര വിജിലൻസ് വകുപ്പുകൾ രമേശ് ചെന്നിത്തലയായിരിക്കും. KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിയാകുമ്പോൾ അദ്ദേഹം റവന്യൂ മന്ത്രിയായിട്ടായിരിക്കും ചുമതലയേൽക്കാൻ പോകുന്നത്. കെ മുരളീധരൻ ആരോഗ്യ വകുപ്പിന്റെ മന്ത്രിയായിട്ട് മാറും. PC വിഷ്ണുനാഥ് വൈദ്യുതി മന്ത്രിയാണ്. M ലിജു, കായംകുളത്തു നിന്നുള്ള MLA ആയ M ലിജു എക്സൈസ് വകുപ്പിലേക്കാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ പരിഗണിക്കുന്നതെന്നാണ് നമുക്ക് വിളിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.